എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ വീടും സ്ഥലവും ഒന്നും വിറ്റ് പോകുന്നില്ല. ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആ ഒരു അവസ്ഥ എത്രമാത്രം ഭീകരമാണെന്ന് മനസ്സിലാക്കാൻ കേരളത്തിൽ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ ആളില്ലാതെ കിടക്കുന്ന വിൽക്കാൻ നോക്കിയിട്ടും നടക്കാതെ കാട് പിടിച്ചും ഒക്കെ കിടക്കുന്ന വീടുകളുടെ ആകെ എണ്ണമെന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. ഏകദേശം 1 കോടി വീടുകളാണ് കേരളത്തിൽ ഉള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. അതിൽ 10-1, അതായത് ഒരു 10 ലക്ഷം 1 മില്യൺ വീടുകളാണ് ഇങ്ങനെ കിടക്കുന്നത്. എവിടെയാണ് ഇങ്ങനെ ഏറ്റവും അധികം ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളെന്ന് നോക്കിയാൽ കേരളത്തിൽ എവിടെയാണോ ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനികൾ ഉള്ളത് ആ ജില്ലകളുടെ ഭാഗങ്ങളാണ് ഇങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നതെന്ന് പറയാം. കാരണം ഇവരെല്ലാം വിദേശത്തേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ഒക്കെ പോവുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലരും ഇങ്ങനെ മേനി പറയുന്നത് ഈ കാര്യമാണ്. അതായത് ഇവർക്കൊന്നും കേരളത്തിലോ ഇന്ത്യയിലോ ഒന്നും ജീവിക്കാൻ താല്പര്യമില്ല, എല്ലാവരും പുറത്തേക്ക് പോയി രക്ഷപ്പെടുകയാണ്, ഇവിടുത്തെ വീട് സ്ഥലമൊക്കെ ആർക്ക് വേണം, അതിങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുകയാണെന്ന് ചിലർ പറയുന്നുണ്ട്. അതല്ല, അവർക്ക് ഇതൊന്ന് വിൽപ്പനയായിട്ട് വേണം അവിടുത്തെ വീടിൻ്റെ ലോണും കാര്യങ്ങളും ഒക്കെ ഒന്ന് സെറ്റിൽഡ് ആക്കാനായിട്ട്. അതിനവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വീടുകളുടെ 10-1 വലിപ്പം പോലും ഇല്ലാത്ത വീടുകളിലൊക്കെ ആയിരിക്കും വിദേശത്ത് ഇങ്ങനെ പലരും കഴിയുന്നത്. എല്ലാവരുടെയും കാര്യമല്ല, അതാണ് റിയാലിറ്റി. പ്രത്യേകിച്ച് ഈ പേരൻസ് ഒക്കെ വളരെ പ്രായമാകുമ്പോൾ എല്ലാവരും നാട്ടിലേക്ക് വന്നിട്ട് ഇതൊരു യുദ്ധകാല അടിസ്ഥാനത്തിൽ എങ്ങനെയെങ്കിലും കിട്ടുന്ന വിലയ്ക്ക് വിറ്റിട്ട് ആ പണം കൊണ്ടുപോയി പുറത്തെ വീടുകളുടെ ലോണും കാര്യങ്ങളും ഒക്കെ അടച്ചു തീർക്കാനായിട്ട് ഒരുപാട് പേര് ശ്രമിക്കുന്നുണ്ട്. നടക്കുന്നില്ല. അതായത് ഇവിടുത്തെ വീട് സ്ഥലവും ഇങ്ങനെ വിൽപ്പനയാകാതെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ളവർ തന്നെയാണ് ഏറ്റവും അധികം വിഷമിക്കുന്നത്. എങ്ങനെയെങ്കിലും അതൊന്ന് വിറ്റാല് ഒരാശ്വാസമാകും ഇവിടെ എന്നവർ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ നടക്കുന്നില്ല. പണ്ടും ഇപ്പോൾ അത് കൂടുന്നു, ഇനിയും കൂടും. അതായത് ഈ പുറത്തേക്ക് പോകുന്ന മക്കൾ പറയുന്നത് കേട്ടിട്ട് ഈ പ്രായമായ പേരൻസ്, അവർക്ക് അധികം പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല, അവരിവിടെ ഉള്ളതെല്ലാം വിറ്റിട്ട് ഈ പണവും കൊണ്ട് മക്കളുടെ അടുത്തേക്ക് പോകും. ആദ്യമൊക്കെ വലിയ സ്നേഹമൊക്കെ ആയിരിക്കും. പിന്നീട് ആ നാട്ടിൽ ഒരു തരത്തിൽ അഭയാർത്ഥികളെ പോലെ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു മൂലയിൽ സെർവൻറ്റിനെ പോലെ ജീവിക്കുന്ന ഒരുപാട് പ്രായമായ പേരൻസും കൂടി വരികയാണ്. അങ്ങനെ ഒരു മണ്ടത്തരം പറ്റുന്ന ഒരുപാട് പേരുണ്ട്. ഇവിടെ എല്ലാവരും മറന്നു തുടങ്ങുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആളുകൾ ഇങ്ങനെ പുറത്തേക്ക് പോകുന്നത് കൊണ്ട് ഇപ്പം മധ്യ കേരളത്തിലാണെങ്കിലും ഒരുപാട് വീടുകൾ കാലിയാകുന്നു എന്നുള്ളതല്ല. കാലിയായാലും അതൊക്കെ വിൽപ്പനയാകേണ്ടതാണ്. നോട്ട് നിരോധനം എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് വന്നോ അന്ന് മുതലാണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കമെന്ന് പറയാം. ഹൗസിംഗ് ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള അനറോക്കിന്റെ റിപ്പോർട്ടൊക്കെ പണ്ട് നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞതാണ്. അവർ പറയുന്ന അനുസരിച്ച് കേരളത്തിലെ ഭൂമി ഇടപാടുകളിൽ പണമായിട്ട് നടത്തുന്ന ഡീലുകൾ 75% കുറഞ്ഞു. അതായത് ഒരു മിനിമം പണത്തിന് മുകളിൽ നിങ്ങൾക്ക് ഭൂമി ഇടപാട് നടത്തണമെങ്കിൽ ബാങ്ക് വഴി ചെയ്യാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ ഡിജിറ്റലായിട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നു. അതോടുകൂടി തന്നെ ഈ കള്ളപ്പണം ഉപയോഗിച്ച് ഭൂമി വാങ്ങുക അല്ലെങ്കിൽ ഇതൊക്കെ പിന്നീട് വെളുപ്പിക്കുക, ഈ പരിപാടികളൊക്കെ ഇല്ലാതായതാണ് യഥാർത്ഥത്തിൽ ഈ റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങളുടെ തുടക്കം എന്ന് പറയുന്നത്. കേരളത്തിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയുടെ തകർച്ച നമ്മൾ കാണുന്നുണ്ട്. അത്തരം നിക്ഷേപങ്ങളിൽ വലിയ റിസ്ക്കും ഇപ്പോൾ ഉണ്ട്. അവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പണം ഒരിടത്ത് മാത്രം നിക്ഷേപിക്കാതെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ഡൈവേഴ്സിഫൈ ചെയ്യുക. അത്തരത്തിൽ നിക്ഷേപിക്കുന്ന പണം പോകാതെ എന്നാൽ മാർക്കറ്റ് വളരുന്നതനുസരിച്ച് ലാഭത്തിലും നികുതി ഇളവുകളോടും കൂടി നിക്ഷേപിക്കുവാനുള്ള ഒരു അവസരം ഇപ്പോൾ വന്നിട്ടുള്ളത് ഈ അവസരത്തിൽ പറയുകയാണ്. ബജാജ് അലയൻസ് ലൈഫാണ് ഈ ഒരു അവസരം നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത്. അവരുടെ പുതിയ NFO BSE 500 എൻഹാൻസ്ഡ് വാല്യൂ 50 ഇൻഡെക്സ് ഫണ്ട് ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. ഈ NFO ന്യൂ ഫണ്ട് ഓഫറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിക്ഷേപിക്കുവാനുള്ള ലിങ്ക് ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. പക്ഷേ സെപ്റ്റംബർ 18 വരെ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ. നിങ്ങളെ കൊണ്ടാവുന്ന എത്ര വലിയ തുകയും ഈ NFOയിൽ നിക്ഷേപിക്കാം. NAV വില 10 രൂപയാണ്, നെറ്റ് അസറ്റ് വാല്യൂ. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-10 വർഷത്തിൽ 37%-വും 21%-വും CAGR റിട്ടേൺസ് ആണ് നൽകിയിട്ടുള്ളത്. മികച്ച റിട്ടേൺ നൽകിയ ഈ ഇൻഡെക്സിനെ തന്നെയാണ് ബജാജ് അലയൻസ് ലൈഫ് ഈ NFOയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. ഇതുകൂടാതെ പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ഒരു ലൈഫ് കവർ നിങ്ങൾക്കുണ്ടാകും. വർഷത്തിലെ 2.5 ലക്ഷം രൂപ വരെ നിക്ഷേപിച്ചാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും കൊടുക്കേണ്ടതില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ പ്രതിമാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിക്കുകയാണെങ്കിൽ 2 കോടിയുടെ വരെ റിട്ടേൺ സാധ്യതയാണ് പറയുന്നത്. പിന്നെ മറക്കണ്ട, സെപ്റ്റംബർ 18 വരെ മാത്രമാണ് ഇവിടെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കുകയുള്ളൂ. ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും കൊടുത്തിരിക്കുന്ന ലിങ്കിലൂടെ മലയാളത്തിൽ തന്നെ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് നേരിട്ട് വീട്ടിൽ വന്ന് സംസാരിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. കള്ളപ്പണം മാത്രമല്ല, കള്ള നോട്ടുകൾ അതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചിലർ പറയാറുണ്ടല്ലോ, ഈ പാകിസ്ഥാനിൽ നിന്ന് കണ്ടെയ്നറുകളിൽ ഇങ്ങോട്ട് കേരളത്തിലേക്ക് നോട്ടുകൾ വന്നിരുന്നു എന്ന്. തെളിവൊന്നുമില്ല, അങ്ങനെ ചിലർ പറയുന്നുണ്ട്, നമുക്കറിയില്ല അതിന്റെ യാഥാർത്ഥ്യം. നോട്ട് നിരോധനം വന്നപ്പോൾ എന്താണ് പ്രയോജനം ഉണ്ടായത് എന്ന് ചോദിക്കുന്നവരുണ്ട്. ഭൂരിഭാഗം പഴയ നോട്ടുകളും ബാങ്കുകളിൽ തിരിച്ചു ചെന്നു. പിന്നെ എവിടെയാണ് കള്ളപ്പണം പിടിച്ചത് എന്നൊക്കെ ചോദിച്ചാൽ കള്ള നോട്ടുകൾക്ക് ഒരിക്കലും തിരിച്ചു ചെല്ലാൻ സാധിക്കില്ല.
ശരിയാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന കള്ളനോട്ടുകൾ മുഴുവൻ ഇല്ലാണ്ടായി എന്ന് വേണം പറയാൻ. അതായത് ആ സമയത്തുണ്ടായിരുന്നത്. കേരളത്തിൽ ഒരു സാധാരണക്കാരന്റെ ജീവിതം പോലും ഒന്ന് ചിന്തിച്ചാൽ ഇന്ന് UPI ഇടപാടുകൾ, നമ്മളൊക്കെ QR കോഡൊക്കെ സ്കാൻ ചെയ്ത് കടകളിൽ പോലും പണം കൊടുക്കുന്നു. നോട്ടായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്ന ശീലമൊക്കെ വളരെ കുറയുകയാണ്. ഇനി അത് ഇല്ലാണ്ടാകുമെന്ന് പറയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പെട്രോൾ പമ്പിൽ പോയാലും എവിടെ പോയാലും ഒക്കെ നമ്മൾ നോട്ടുകൾ കൊടുക്കുന്ന പരിപാടി വളരെ കുറഞ്ഞു. പണ്ട് അങ്ങനെയല്ല, എല്ലാവരും നോട്ടുകൾ വെച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ കള്ളനോട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ അധികമായിരുന്നു. അതായത് പണ്ട് കേന്ദ്ര സർക്കാർ നോട്ട് നിരോധനം കൊണ്ടുവന്നപ്പോൾ മുതൽ ഇപ്പോൾ ഡിജിറ്റലൈസേഷനിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കള്ളനോട്ടുകൾ, കള്ളപ്പണം, ഇതൊക്കെ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ നല്ല രീതിയിൽ ഔട്ടായി എന്നുള്ളതാണ്. കേരളത്തിലെ സ്ഥലത്തിന് വിലയില്ലാതായതിന്റെ പ്രധാന കാരണവും ഇത് തന്നെയാണ്. ദേശീയ ശരാശരിയെക്കാളും ഇരട്ടിയൊക്കെയാണ്, അല്ലെങ്കിൽ വളരെ ഉയർന്നതാണ് ഇവിടുത്തെ സ്റ്റാമ്പ് ഡ്യൂട്ടിയും രജിസ്ട്രേഷൻ ഫീസും കാര്യങ്ങളും ഒക്കെ. അത് ഗവൺമെന്റിന്റെ വരുമാനം കൂട്ടാനായിട്ടാണ് ചെയ്തത്. പക്ഷെ ഫലത്തിൽ എന്താണ്? ഇതുകൊണ്ട് ആരും ഭൂമി വാങ്ങാതെയും ഇരിക്കുന്നു. ഫലത്തിൽ നികുതി വരുമാനം കുറയുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാർ ചെയ്തത് എന്ത്, സംസ്ഥാന സർക്കാർ ചെയ്തത് എന്ത്, ഈ വ്യത്യാസം എന്ത് എന്നുകൂടി മനസ്സിലാക്കുക. ഒരാസൂത്രണവും ഇല്ല ഒരു കൂട്ടർക്ക്, അല്ലെങ്കിൽ ഒരു ധാരണയും ഇല്ല. കൃത്യമായിട്ട് നികുതിയും ടാക്സും ഒക്കെ അടച്ചിട്ടേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ എന്നുള്ളൊരവസ്ഥ വന്നു. പക്ഷെ അതിന്റെ കൂടെ നമ്മുടെ സംസ്ഥാന സർക്കാർ നികുതി അങ്ങ് കൂട്ടുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ നല്ലതിനാണ് എന്ന് തോന്നിയേക്കാമെങ്കിൽ പോലും ഇതൊരു പരിധി വരെ കേരളത്തിലെ സാധാരണക്കാരെയും കൂടെയാണ് ബാധിച്ചത്. ഇന്ന് കേരളത്തിൽ 10 ലക്ഷം വീടുകൾ ഇങ്ങനെ കിടക്കുകയാണെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് ഇത് വിൽപ്പനയാകുന്നില്ല? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൂടാതെ തന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞതാണ്, ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് മാറി അത്യാവശ്യം സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഇന്ന് മനുഷ്യർ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, പുതിയ തലമുറ ജോലി ചെയ്യുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. അല്ലാതെ ഗ്രാമപ്രദേശങ്ങളിൽ പോയി കൃഷി ചെയ്ത് ജീവിക്കുന്നവർ ഇല്ല എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമങ്ങളിൽ നിന്നെല്ലാം മാറുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഉള്ളിലേക്കുള്ള സ്ഥലത്ത് പോയി വീടും സ്ഥലവും വാങ്ങി അവിടെ ജീവിക്കാൻ ആർക്കും താല്പര്യമില്ല. മറ്റൊന്ന്, പ്രളയം പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകൾ ഈ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട് ഏരിയകളുണ്ട്, പൊതുവെ വെള്ളം കയറുന്ന സ്ഥലങ്ങൾക്കൊക്കെ വിലയില്ലാണ്ടായി. അവിടെ ഇനി എത്ര വലിയ വീടും പറമ്പും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ആർക്കും വേണ്ട, അങ്ങനെ ഒരു ചിന്ത വന്നു. പിന്നെ ഒരു ഫ്ലാറ്റ് സംസ്കാരം, അതായത് ഈ വീടുകളിൽ ഇങ്ങനെ ജീവിക്കുന്നതിനേക്കാൾ പണ്ടത്തേതുപോലെ ഒരു കാർഷിക സംസ്കാരമല്ല. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോവുകയായിരിക്കും, പിള്ളേരെ സ്കൂളിൽ വിടുകയായിരിക്കും. അതായത് ഇതിനെല്ലാം ഇണങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു സിറ്റി ലൈഫാണ്. അപ്പോൾ എറണാകുളത്തോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ പോയി ഒരു ഫ്ലാറ്റിൽ ജീവിക്കുക എന്നുള്ള ഒരു ട്രെൻഡിങ് ആണ് കൂടുതലായിട്ട് വരുന്നത്. പണ്ടൊരു വീട്, പറമ്പ്, ആ പറമ്പിൽ എന്തെങ്കിലും കൃഷി, ഇനിയിപ്പോൾ വേറെ ജോലി ഉള്ളവരാണെങ്കിലും ഒരു സൈഡായിട്ടെങ്കിലും കൃഷി ചെയ്യുമായിരുന്നുവെങ്കിൽ ഇന്ന് അതിനൊന്നും ആർക്കും സമയമില്ല. അതൊരു കുറ്റമല്ല. എല്ലാവരും ടെറസിന്റെ മേളിൽ കൃഷി ചെയ്യുക, അങ്ങനെ അടുക്കളയിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറഞ്ഞാൽ പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല ഇന്ന്. ഈ വീടും സ്ഥലവും മേടിക്കുക എന്ന് പറഞ്ഞാൽ സ്ഥലം എന്തിനാണ്? കൃഷി ചെയ്യാൻ ആർക്കും സമയമില്ല. പിന്നെ ആ പറമ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഒരുപാട് ചെലവുകളാണ്. റബ്ബർത്തോട്ടം വാങ്ങിയാൽ വെട്ടുകാരന് കൊടുക്കാനുള്ളതേ കിട്ടുകയുള്ളൂ. പിന്നെ ആ പറമ്പ് വൃത്തിയാക്കാൻ കയ്യിൽ നിന്ന് കാശ് കൊടുക്കണം. ഇപ്പൊ ഈ പറയുന്ന കോട്ടയത്തെ നീണ്ടൂർ അങ്ങനെയുള്ള ഭാഗങ്ങളിൽ 10% മുതൽ 30% വരെയൊക്കെ ഈ അടുത്തായിട്ട് അതിൽ ഓഫറുകൾ വരുന്നുണ്ട് എന്ന് പറയാം. അത്രയും കുറച്ച് കൊടുക്കാൻ തയ്യാറാണ് പലരും. കാരണം ഇതെങ്ങനെയെങ്കിലും വിറ്റ് ആ കാശ് പുറത്തേക്ക് കൊണ്ടുപോയാൽ വേണം അവർക്ക് ബാക്കി കാര്യങ്ങൾ ഓടിക്കാൻ. കാരണം അവിടെ ചെല്ലുക, വീടും കാറും ഒക്കെ മേടിക്കുക, ഇതൊക്കെ ലോണിലായിരിക്കും. അപ്പൊ ഇവരൊരു 50-60 വയസ്സ് വരെ പണിയെടുത്താലായിരിക്കും ഈ വീടും കാര്യങ്ങളും ഒക്കെ അവർക്ക് സ്വന്തമാവുക. കാറിന്റെ കാര്യമല്ല, വീടാണ് പ്രധാനമായിട്ട്. യൂറോപ്പിലേക്ക് വന്ന മലയാളികളുടെ കാര്യമാണ്. അപ്പോൾ ഈ നാട്ടിലുള്ളത് മാതാപിതാക്കളുടെ കാലശേഷം വിറ്റ് കാശായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അവർക്കൊരു 10 വർഷം മുമ്പേ ഒന്ന് സേഫ് ആകാം. വയസ്സങ്കാലത്തെങ്കിലും അവർക്കൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാം. ഇങ്ങനെ ഒരു പിടച്ചിലാണ് അവര്. അല്ലാതെ ഇവിടുത്തെ പലരും ചിന്തിക്കുന്ന പോലെ ഇവിടെയുള്ളതൊക്കെ ആർക്ക് വേണം എന്നൊന്നും വിചാരിച്ചല്ല അവർ ഇരിക്കുന്നത്. ഒരുപാട് പേര് വീടും സ്ഥലവും ഒക്കെ നോക്കി നിൽക്കുന്നുണ്ടെങ്കിലും അവർക്കൊക്കെ ഒരു 5 സെന്റ് സ്ഥലവും അല്ലെങ്കിൽ ഒരു ചെറിയ വീട് വാങ്ങാനുള്ള ഒരു ശേഷി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പലരും ചെറിയ പ്ലോട്ടുകൾ വാങ്ങുന്നു, അതിലൊരു ബാങ്ക് ലോൺ എടുത്ത് വീട് പണിയുന്നു. അങ്ങനെയുള്ള ട്രെൻഡാണ്. പറ്റുമെങ്കിൽ സൗകര്യമുള്ള സ്ഥലത്ത് ചെയ്യാനാണ് അവർ താല്പര്യപ്പെടുന്നത്. എന്നാൽ ഈ വിൽപ്പനയ്ക്ക് കിടക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഏക്കർ കണക്കിന് സ്ഥലവും വലിയ മാളികളും ഒക്കെയാണ്. അതിന് 50% വിലക്കുറവിൽ തന്നേക്കാം എന്ന് പറഞ്ഞാൽ പോലും വാങ്ങാൻ ആരുടെ കയ്യിലാണ് കാശുള്ളത്? കാരണം സ്ഥലത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത് നമ്മൾ പല വീഡിയോകളായിട്ട് ചെയ്തുകൊണ്ടാണ് ആ കാര്യം വീണ്ടും പറയാത്തത്. കണ്ണായ സ്ഥലങ്ങളിലൊക്കെ വാങ്ങാനുള്ള കാശും പലരുടെയും കയ്യിൽ ഉണ്ടാവില്ല. ഈ സ്ഥലം ഒരു ബാധ്യതയായിട്ട് ഇരിക്കുന്ന എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ഇന്ന് കേരളത്തിലുണ്ട്. അതായത് അവർ ഒരു കാലത്ത് ഒരുപാട് സമ്പാദിച്ച് വാങ്ങിച്ചിട്ടതാണ്, അന്ന് മുതൽ വില താഴേക്ക് പോവുകയാണ്. ഇത് വിൽക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ചിലരാകട്ടെ അവരുടെ ഒരു മിഥ്യാധാരണ മാറ്റുന്നില്ല, വില എപ്പോഴെങ്കിലും വരുമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനെല്ലാം പുറമെ പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട് കിടക്കുന്ന വീടുകൾ മാത്രമല്ല, ഇന്ന് മലയാളികൾ ജീവിക്കുന്നത് വീട് പണിത്, അതായത് അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ വീടാണ്. ഇപ്പൊ നമ്മൾ റോഡ് സൈഡിൽ ഒരു നല്ല വീട് കാണുന്നു, അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതിന്റെ ഇരട്ടി എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ കുറെ ലോണും കൂടെ എടുത്തിട്ടായിരിക്കും ഒരു വീട് പൂർത്തിയാക്കുക. അതുപോലെ പല സാധാരണക്കാരും, പ്രത്യേകിച്ച് ഇപ്പോൾ പണിയുന്ന വീടുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് ഒട്ടും യോജിച്ചതല്ല.
യൂറോപ്പിൽ പണിയേണ്ടതുപോലെയുള്ള വീടുകൾ ഇവിടെ പണിതിട്ട് ഇതിന് ഷെയ്ഡും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. ഒരു മഴ കഴിയുമ്പോൾ തന്നെ മുഴുവൻ പൂപ്പലും പായലും ഒക്കെ പിടിച്ചിട്ട്, അതായത് കയറി താമസത്തിന് നല്ല ഭംഗിയായിരിക്കും. ഒരു മാസം കഴിയുമ്പോൾ മുതൽ, അതായത് ഈ മാർബിൾ കേക്ക് പോലെ പണിയുന്ന കുറെ അധികം വീടുകൾ പണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ്. ഇത് വലിയ മാളികകൾ തുടങ്ങി ചെറിയ വീടുകൾ വരെ ഇന്ന് ഇങ്ങനെയാണ് പണിയുന്നത്. അതായത് ഒരു കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലാതെ ഇങ്ങനെ ഓരോ മണ്ടത്തരങ്ങൾ കാണിച്ചു വെക്കുകയാണ്. വീട് പണിയുന്നു, അതിനകത്ത് ഇരിക്കാൻ വയ്യ, ചൂടാണ്, അല്ലെങ്കിൽ മഴക്കാലത്ത് ഇത് മുഴുവൻ പൂപ്പൽ പിടിക്കുന്നു, പിന്നെ പെയിന്റ് ചെയ്യണമെങ്കിൽ വേറെ കാശ് വേണം, ഓൾറെഡി ബാങ്ക് ലോണിലും ഒക്കെ ആയിരിക്കും വീട് ഇരിക്കുന്നത്. അതായത് ജീവിക്കുന്നത് വീട് പണിയാൻ വേണ്ടിയിട്ടും വീട്ടിൽ കിടക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമ്പാദ്യം മുഴുവൻ ചെലവഴിക്കുന്നു, ലോണും എടുത്തു വെക്കുന്നു. എന്നിട്ട് ആ വീട്ടിൽ സമാധാനമായിട്ട് കിടക്കാൻ സാധിക്കില്ല. വേനൽക്കാലത്ത് ചൂടുകൊണ്ട് കിടക്കാൻ പറ്റില്ല, ഇനി മഴക്കാലത്താണെങ്കിലും അടവുകളുടെ കാര്യം ഓർത്തിട്ടും സമാധാനം കിട്ടില്ല. ഇതൊക്കെ പച്ചയായ റിയാലിറ്റി തന്നെയാണ്. എന്നാൽ ഒരു പുതിയ തലമുറയ്ക്കെങ്കിലും അത്യാവശ്യമൊക്കെ ബോധം വരുന്നുണ്ട്. അവർ ഈ പറയുന്നത് പോലെ ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ കാണിക്കാതെ ഇതിലും ഭേദമാണല്ലോ എവിടെയെങ്കിലും പോയി റെന്റിന് ഒരു ഫ്ലാറ്റിലോ ഒക്കെ താമസിക്കുന്നത് എന്ന് പോലും ചിന്തിക്കുന്ന ഒരു തലമുറയൊക്കെ ഇന്ന് കൂടി വരുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഒരു സ്ഥലത്ത് നിൽക്കുന്നവരല്ല ഇനി ഭാവിയിലാണെങ്കിലും. അതായത് പണ്ടത്തേതുപോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുന്നു, അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് നിന്നാലും നീ വരത്തനല്ലേ എന്നൊന്നും ചോദിക്കുന്ന പരിപാടിയൊന്നും ഇനി ഉണ്ടാകില്ല. അത് ഗ്രാമങ്ങളിൽ പോയാലേ ഉള്ളൂ. അങ്ങനെ ആരാണ് പോകുന്നത്? സിറ്റികളിൽ എല്ലാവരും വന്നു നിൽക്കുന്നവരാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് എന്ന് പറയുന്ന സിറ്റിയൊക്കെ എങ്ങനെയാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂർ എടുക്കുക, ബാംഗ്ലൂരുള്ള ഭൂരിഭാഗം ആളുകളും വേറെ സ്ഥലത്തു നിന്ന് വന്നിട്ടുള്ളവരാണ്, അവരുടെ തലമുറയാണ്. നമ്മൾ ഈ പറഞ്ഞ പോയിന്റുകളുടെ ഒക്കെ ചുരുക്കം എന്താണ്? കേരളത്തിൽ 10 വീടുകളും ഒഴിഞ്ഞു കിടക്കുന്നു, 10 ലക്ഷം വീടുകൾ ഇങ്ങനെ കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഇത് എന്തുകൊണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ കാലഘട്ടത്തിന്റെ മാറ്റങ്ങൾ എന്ത് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. ആളുകളുടെ ജീവിത രീതി എങ്ങനെ മാറുന്നു, പണ്ട് നടന്ന ഓരോ കാര്യങ്ങൾ ഇതിനെയൊക്കെ എങ്ങനെ ബാധിക്കുന്നു. അന്നത്തെ നോട്ട് നിരോധനം മുതൽ ഇപ്പോൾ നടക്കുന്ന ഡിജിറ്റലൈസേഷൻ, ഗ്രാമങ്ങൾ ശൂന്യമാകുന്നു, സിറ്റികൾ വലുതാകുന്നു. ഇനി ഗ്രാമങ്ങളിൽ തന്നെയുള്ള ചെറിയ ടൗണുകളൊക്കെ കുറച്ച് പച്ച പിടിച്ചാൽ അത് ചെറിയൊരു സിറ്റി ആയിട്ടൊക്കെ ഭാവിയിൽ മാറുമായിരിക്കാം. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത്. കാർഷിക സംസ്കാരം മാറുന്നു. കൃഷി ചെയ്യുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു ജീവിത ഭാഗമാകാതെ അത് ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ മുഴുവൻ സമയ മേഖലയാകുന്നു. എന്തിന്? പണ്ട് വന്ന പ്രളയം പോലും, അല്ലെങ്കിൽ വെള്ളം കയറുക എന്നുള്ള ചിന്ത പോലും ഇതിനെയൊക്കെ എങ്ങനെ ബാധിച്ചു എന്ന് നമ്മൾ കണ്ടു. ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സെപ്റ്റംബർ 18 വരെ മാത്രമാണ് ഈ NFOയിൽ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ അവസരം ഉണ്ടായിരിക്കുക. സമയം കുറവാണ്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഏതെങ്കിലും ഒക്കെ പോയിന്റുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പണ്ടത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാകും. എങ്കിലും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇന്നൊക്കെ പറയേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റിൽ അറിയിക്കണം. മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം. നന്ദി, നമസ്കാരം.